ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് സർക്കുലാർ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്നാണ്. ഓക്കെ, സർക്കുലാർ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ്. ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ എക്സ്റ്റെൻഡഡ് വേർഷനാണ് ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയാം. ലാസ്റ്റ് നോഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന നൾ പോയിൻ്റർ വെച്ചിട്ടാണ്. അതുപോലെ രണ്ട് ഡയറക്ഷനിലും മൂവ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ പ്രത്യേകത. അതുപോലെ സർക്കുലാർ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് വേരിയേഷൻ ഓഫ് ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റാണ്. ഒരു സർക്കുലാർ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റിന് ബോത്ത് സക്സസർ പോയിൻ്ററും കാണും, പ്രിഡിസസർ പോയിൻ്ററും കാണും ഇൻ എ സർക്കുലാർ മാനർ. അതായത് നമ്മൾ സർക്കുലാർ ലിങ്ക്ഡ് ലിസ്റ്റ് പഠിച്ചിരുന്നു, ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് പഠിച്ചിരുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ, അതായത് ഡബിളി രണ്ട് പോയിൻ്ററും വരുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ലാസ്റ്റ് നോഡ് എങ്ങോട്ട് തന്നെ കണക്റ്റ് ആവുന്നുണ്ട്, ഫസ്റ്റ് നോഡിലേക്ക് കണക്റ്റും ആവുന്നുണ്ട്. ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതെന്താണെന്ന് മനസ്സിലാവും. നെക്സ്റ്റ് ഞാനിതിൻ്റെ PDF ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ PDF നോക്കി ഇൻസേർഷനും ഡിലീഷനും അൽഗോരിതം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത റിവ്യൂ മീറ്റിങ്ങിൽ ഈ ഇൻസേർഷനിലോ ഡിലീഷനിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. അപ്പോൾ PDF നോക്കി ഈ ഇൻസേർഷനും ഡിലീഷനും അൽഗോരിതം നിങ്ങൾ പഠിക്കണം. അത് നോട്ട് ബുക്കിൽ എഴുതുകയും വേണം. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. അപ്പോൾ നിങ്ങളായിട്ട് തന്നെ അനലൈസ് ചെയ്യണം. അതിനകത്ത് ഫിഗറും ഉണ്ട്. അപ്പോൾ ഫിഗർ നോക്കി ഇൻസേർഷൻ എങ്ങനെ പോസിബിളായി, എങ്ങനെ ലിങ്ക് കൊടുത്തു, ഇത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച അൽഗോരിതംസ് ഒരു തവണയെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളായിട്ട് അനലൈസ് ചെയ്താൽ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് റിവ്യൂ മീറ്റിങ്ങിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റാണ്. അതിൽ ഫസ്റ്റ് വൺ പോളിനോമിയൽ റെപ്രസെൻറ്റേഷനാണ്. എങ്ങനെ പോളിനോമിയലിനെ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യും, അതുപോലെ പോളിനോമിയലിൻ്റെ അഡീഷൻ, അതാണ് നമ്മൾ ആദ്യത്തെ ആപ്ലിക്കേഷനായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ +2ലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് ഒരു പോളിനോമിയലിൻ്റെ ഫോം എന്താണെന്നുള്ളത്. ax⁻e പ്ലസ് an-1 x⁻n-1. അപ്പം ആ രീതിയിൽ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം, അപ്പോൾ ക്ലിയർ ആവും. ഒരു പോളിനോമിയൽ p = 5x³ + 2x² + 10x + 6. ഇതിൽ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 5x³ കോയിഫിഷ്യൻ്റ് 5ഉം എക്സ്പോണൻ്റ് 3ഉമാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക, ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പം ആ ഒരു നോഡിനകത്ത് എത്ര പാർട്ട് വരും? 3 പാർട്ട് വരും. കോയിഫിഷ്യൻ്റ് പാർട്ട്, എക്സ്പോണൻ്റ് പാർട്ട്, പിന്നെ നെക്സ്റ്റ് നോഡിലേക്കുള്ള ലിങ്ക് പാർട്ട്. ഓക്കെ, അതായത് നോഡിൻ്റെ ഡാറ്റ പാർട്ട്, ലിങ്ക് പാർട്ട്, അങ്ങനെ രണ്ട് ഡിവിഷൻ ഉള്ളതിൽ ഡാറ്റ പാർട്ടിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചു. ഒന്ന് കോയിഫിഷ്യൻ്റ് സ്റ്റോർ ചെയ്യാനും ഒന്ന് എക്സ്പോണൻ്റ് സ്റ്റോർ ചെയ്യാനും. ഓക്കെ, അപ്പം നമ്മളുടെ നേരത്തെ എക്സാമ്പിൾ എടുക്കുക. 5x³ + 2x² + 10x + 6. അത് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ നോഡിൽ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള 5ഉം എക്സ്പോണൻ്റ് 3ഉം വന്നു. രണ്ടാമത്തെ നോഡിൽ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള 2ഉം എക്സ്പോണൻ്റ് 2ഉം വന്നു. ദെൻ 10x എന്നുള്ളത് കോയിഫിഷ്യൻ്റ് 10, എക്സ്പോണൻ്റ് എന്താണ്? x എന്ന് പറഞ്ഞാൽ x⁻1 എന്നാണ്. ഏറ്റവും ലാസ്റ്റ് 6 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്? കോയിഫിഷ്യൻ്റ് മാത്രം 6, എക്സ്പോണൻ്റിൻ്റെ സ്ഥാനത്ത് 0. അതായത് x⁻0 എന്ന് പറഞ്ഞാൽ 1 എന്നാണ് നമുക്കറിയാം. അതുകൊണ്ട് 6 × 1 6 തന്നെ. അതുകൊണ്ട് ലാസ്റ്റ് നോഡ് 6 0 ദെൻ നള്ള്. അങ്ങനെയാണ് നമ്മൾ പോളിനോമിയലിനെ റെപ്രസെൻ്റ് ചെയ്തത്. ഓക്കെ, ഡൗട്ട് തോന്നുമെങ്കിൽ ഒന്നുകൂടെ പുറകിലേക്ക് പോയിട്ട് ഒന്നുകൂടെ ഈ വീഡിയോ ഒന്നുകൂടെ കേട്ട് നോക്കുക, അപ്പോൾ ക്ലിയർ ആവും. വളരെ സിമ്പിളാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ പോളിനോമിയലിനെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പോളിനോമിയലിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു എന്ന് മനസ്സിലായി. അടുത്തത് രണ്ട് പോളിനോമിയലുകൾ തമ്മിൽ ആഡ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ്. ഓക്കെ, റീഡ് നമ്പർ ഓഫ് ടേംസ് ഇൻ ഫസ്റ്റ് പോളിനോമിയൽ p. റീഡ് കോഎഫിഷ്യൻ്റ് ആൻഡ് എക്സ്പോണൻ്റ് ഓഫ് ദ ഫസ്റ്റ് പോളിനോമിയൽ. Then read number of terms in the second polynomial. Read coefficients and exponent of the second polynomial. സാധാരണ പോളിനോമിയൽ അഡീഷൻ്റെ അതേ റൂളാണ് ഇവിടെ നോക്കുന്നത്. ആദ്യം എക്സ്പോണൻസ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും. രണ്ട് പോളിനോമിയലിൻ്റെ എക്സ്പോണൻറ്റുകൾ ഈക്വൽ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ, അവരുടെ കോഎഫിഷ്യൻ്റ് തമ്മിൽ ആഡ് ചെയ്യത്തുള്ളൂ. അതായത് 2x² ഒരു പോളിനോമിയലിനകത്തും മറ്റേതിനകത്ത് 5x² ഉണ്ട്. അപ്പം രണ്ടും x² ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് 5ഉം 2ഉം തമ്മിൽ ആഡ് ചെയ്യുക. അതുപോലെ ഇവിടെ ആദ്യം കോഎഫിഷ്യൻറ്റും
എല്ലാത്തിൻ്റെയും കോഎഫിഷ്യൻറ്റും എക്സ്പോണൻറ്റും ഒക്കെ റീഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം എക്സ്പോണൻറ്റുകൾ കമ്പയർ ചെയ്യും. ഫസ്റ്റ് ഡേറ്റയുടെ എക്സ്പോണൻറ്റുകൾ കമ്പയർ ചെയ്തു. ഈക്വൽ ആണെങ്കിൽ ആഡ് ചെയ്യും. ആഡ് ചെയ്ത് റിസൾട്ട് ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക്, റിസൾട്ടൻ്റ് ആയിട്ടുള്ള ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് സ്റ്റോർ ചെയ്യും. ഇനി രണ്ടും ഈക്വൽ അല്ല എങ്കിൽ എന്ത് ചെയ്യും? അതിലെ ഗ്രേറ്റസ്റ്റ് എക്സ്പോണൻ്റ് ആയിട്ടുള്ള ഡേറ്റയെ എടുത്ത് റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യും. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്കിത് പഠിക്കാം. അപ്പം നിങ്ങൾക്ക് കൺസെപ്റ്റ് വളരെ ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് 2 പോളിനോമിയൽസ് ആണുള്ളത്, പിയും ക്യൂവും. ആദ്യത്തെ പോളിനോമിയൽ 3x² + 2x + 7. അതിനെ എങ്ങനെയാണ് ലിങ്ക്ഡ് ലിസ്റ്റിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. സെക്കൻഡ് വൺ 5x³ + 2x² + x. ഇപ്പോൾ നമ്മൾ ആദ്യം എക്സ്പോണൻറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്തു. ആദ്യത്തെ ലിങ്ക്ഡ് ലിസ്റ്റിലെ എക്സ്പോണൻറ്റ് 2 ആണ്. രണ്ടാമത്തെ ലിങ്ക്ഡ് ലിസ്റ്റിലെ ആദ്യത്തെ എക്സ്പോണൻറ്റ് 3 ആണ്. ഓക്കെ, ഇത് രണ്ടും കമ്പയർ ചെയ്തപ്പോൾ ഈക്വൽ അല്ല. അപ്പോൾ എന്ത് ചെയ്യും? അഡീഷൻ ഒന്നും നടക്കത്തില്ല. അതിനു പകരം അതിലെ ഹയസ്റ്റ് എക്സ്പോണൻ്റ് ഉള്ള നോഡ് നമ്മൾ റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ദെൻ എന്താ ചെയ്യുക? അപ്പോൾ 5, 3 എന്ന് പറയുന്നതാണ് നമ്മൾ റിസൾട്ടിലേക്ക് ആദ്യം ആഡ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഈ 3, 2 എന്ന് പറയുന്ന 2 എന്ന് പറയുന്ന എക്സ്പോണൻറ്റും രണ്ടാമത്തെ ലിങ്ക്ഡ് ലിസ്റ്റിലെ രണ്ടാമത്തെ നോഡിലെ എക്സ്പോണൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? 2ൻ്റെ എക്സ്പോണൻറ്റ് 2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ 2 നോഡിലെ കോഎഫിഷ്യൻസിനെ ആഡ് ചെയ്യും. അതായത് 3ഉം 2ഉം ആഡ് ചെയ്ത് 5 ദെൻ എക്സ്പോണൻറ്റ് 2 എന്നുള്ള രീതിയിൽ റിസൾട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, അടുത്തത് എന്താണ്? ഫസ്റ്റ് ലിങ്ക്ഡ് ലിസ്റ്റിലെ 2x, അതായത് എക്സ്പോണൻറ്റ് 1 ആയിട്ടുള്ള നോഡും സെക്കൻഡിലെ 1, 1 എന്ന് പറയുന്ന നോഡും കമ്പയർ ചെയ്തു. അപ്പോൾ എക്സ്പോണൻറ്റ് ഈക്വൽ ആണ്. അപ്പോൾ അതും ആഡ് ചെയ്തു. ഓക്കെ, ദെൻ ലാസ്റ്റ് എന്താണ്? ഫസ്റ്റ് ലിങ്ക്ഡ് ലിസ്റ്റിലെ 7, 0. അപ്പം 0 എക്സ്പോണൻ്റ് ആയിട്ടുള്ള ഒരു നോഡ് നമുക്ക് താഴത്തെ രണ്ടാമത്തെ ലിങ്ക്ഡ് ലിസ്റ്റിലില്ല. അതുകൊണ്ട് 7, 0 എന്ന് പറയുന്ന അതേപടി റിസൾട്ടിലേക്ക് ആഡ് ചെയ്യും. ലാസ്റ്റ് ഫിഗർ നോക്കുക. റിസൾട്ട് 6 എന്ന് പറഞ്ഞ് കാണിക്കുന്നു. 5, 3, 5, 2, 3, 1, 7, 0. 5x³ എന്നുള്ളതാണ് കോഎഫിഷ്യൻറ്റ് 5ഉം എക്സ്പോണൻറ്റ് 3ഉം വന്നിരിക്കുന്നത്. x³ അഥവാ എക്സ്പോണൻറ്റ് 3 ഉള്ള മറ്റൊരെണ്ണം ആദ്യത്തെ ലിങ്ക്ഡ് ലിസ്റ്റിൽ അല്ലെങ്കിൽ പോളിനോമിയൽ ഇല്ലാഞ്ഞതുകൊണ്ട് അതേപടി കോപ്പി ചെയ്തു. ദെൻ 3x² 2x² രണ്ട് പോളിനോമിയലിനകത്തും ഉണ്ട്. അതുകൊണ്ട് അത് ആഡ് ചെയ്ത് അതെന്തായി? 5, 2 എന്ന് പറയുന്ന നോഡായിട്ട് റിസൾട്ടിൽ വന്നിട്ടുണ്ട്. അതുപോലെ 2x ഉണ്ട്, എക്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ 2x + 1x 3x എന്നുള്ളതാണ് 3, 1 എന്ന് പറഞ്ഞ് നമ്മുടെ റിസൾട്ടിൽ വന്നിരിക്കുന്നത്. ദെൻ 7 x⁻⁴ അഥവാ എക്സ് ഇല്ലാത്ത ഒരു ടേം മാത്രമേ ഉള്ളായിരുന്നുള്ളൂ 2 പോളിനോമിയലും. അതുകൊണ്ടാണ് 7 ആയിട്ട് തന്നെ ഇതിലേക്ക് കോപ്പി ആയിട്ട് വന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ആഡ് ചെയ്തു എന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ട് എങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഈ വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഈ ഫിഗർ നോക്കുക. PDF ഇതിനകത്ത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ PDF നോക്കി ഫിഗർ നോക്കുക. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ദിവസത്തെ റിവ്യൂ മീറ്റിങ്ങിൽ അത് ചോദിച്ച് ക്ലിയർ ആക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുവാണ്. ആപ്ലിക്കേഷൻസ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്, പോളിനോമിയൽ അഡീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. വീണ്ടും വീഡിയോ റീവൈൻഡ് ചെയ്ത് കേൾക്കുക. ദെൻ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റും ചെയ്യുക. അസൈൻമെൻറ്റ് ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.